അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓ മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരുടെയും അസുഖങ്ങളും വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. അവൻ്റെ മഹത്തായ കൃപ കൊണ്ട്, അവൻ്റെ കാരുണ്യം കൊണ്ട് നമ്മെ എല്ലാവരെയും അള്ളാഹു നല്ല ബർക്കത്തിലും നാമത്തിലും ആക്കി തീർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഖുർആൻ സംബന്ധമായുള്ള കാര്യങ്ങളാണ്. ഇത് എല്ലാവർക്കും അങ്ങ് പിടിച്ചുകൊള്ളണമെന്നില്ല. ചില ആൾക്കാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിൽപ്പെട്ട ആളുകൾ തന്നെയാണ്, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണത്. വേറെ ആളുകളാണെന്ന് നമ്മളത്ര ധരിക്കുന്നില്ല. നമ്മളിൽപ്പെട്ട ആളുകൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പുറത്തുള്ള ആളുകൾ അങ്ങനെ ചെയ്യില്ലെന്ന് നമുക്കറിയില്ല. അല്ലാഹു ആലം. ഏതായാലും ഞാൻ പറയുന്നത് സ്വന്തമായുള്ള കാര്യമല്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള കാര്യമല്ല. തഫ്സീറുകളിൽ തഫ്സീർ ജലാലൈനി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതിൻ്റെ തഫ്സീറുകളിൻ്റെയും ഷറഹിൻ്റെയും ആ തഫ്സീറിൻ്റെ ഷറഹ്, അതുപോലെ വേറെയുള്ള കിതാബുകളുടെ ഷറഹിൽ പറയുന്ന കാര്യങ്ങളും ഖുർആനും അനുസരിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഈ സംസാരങ്ങളും ഈ കേൾവിയും അള്ളാഹു അനുഗ്രഹിച്ച ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ഉള്ള എല്ലാ നമ്മുടെ മാതാപിതാക്കൾ, അനുജന്മാർ, ജ്യേഷ്ഠന്മാർ, കുടുംബമിത്രാദികൾ എല്ലാവരുടെയും അസുഖങ്ങൾ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് മാനസികമായും ശാരീരികമായും ഒരുപാട് പ്രശ്നമുള്ള ഒരാളുകളുണ്ട്. ഒരു സ്ത്രീ എന്നോട് എപ്പോഴും പറയാറുണ്ട്, അവരുടെ ഒരു ജ്യേഷ്ഠത്തിക്ക് ഭയങ്കര മാനസികവുമായി കുറേ പ്രശ്നങ്ങളാണ്. അള്ളാഹു അവരുടെ ഈ ഖുർആൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെയും അവൻ്റെ മഹത്തുക്കളുടെ അമ്പിയാക്കന്മാരുടെയും ബർക്കത്ത് കൊണ്ട് ആ രോഗം എത്രയും പെട്ടെന്ന് ഷിഫാക്കി തരുമാറാവട്ടെ. നിങ്ങളെല്ലാവരും ആ കുട്ടീൻ്റെ, ആ ഒരു സ്ത്രീയുടെ, യുവതിയുടെ ആ രോഗം ഷിഫയാവാൻ വേണ്ടി, മാനസികമായുള്ള പ്രശ്നമാണ്, ഷിഫയാവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക എന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, നമ്മൾ ഖുർആൻ ഓതുന്നവരും 5 വഖത്ത് നിസ്കരിക്കുന്ന ആളുകളാണ്. നമ്മ മൂമിനാണല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളാണ്. നമുക്കൊരുപാട് പരീക്ഷണങ്ങളുണ്ടാവും. ഇൽമു പറയുന്ന എല്ലാ ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും എല്ലാവരും ആക്രമിക്കുവാനും കുതിര കയറാനും ചീത്ത പറയാനും കുറേ ആളുകളുണ്ടാവും. കാരണം അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ടാണ്. എന്തു പറയാനാവും? അറിവില്ലാത്തവൻ പറയുന്നത് കേൾക്കാതില്ലാതെ അവരോട് അങ്ങോട്ട് പറയാനോ തർക്കിക്കാനോ നമുക്ക് കഴിയില്ലല്ലോ. അതെല്ലാം അല്ലാഹുവാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്കൊരു സൂറത്തിൽ കാണാം, സൂറത്തുൻ നബഹ്. ആ സൂറത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. ഒരുപാട് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, എങ്കിലും സത്യത്തെ നിഷേധിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും, സത്യനിഷേധികൾ ഒരുപാടുണ്ടാവും. അതിനെ ഉപദ്രവിക്കുവാനും സത്യം ഇതിപ്പോൾ പുതിയ തുടങ്ങിയതല്ലല്ലോ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയും അവിടുന്ന് അവരെ സഹാബത്തിനെയും സഹാബത്തിൻ്റെ താബിയങ്ങളെയും അവരുടെ താബിയങ്ങളെയും പിന്നെ അതിന് ശേഷം വന്ന പണ്ഡിതന്മാരെയും ഇമാമികളെയും എല്ലാം ഒരു തല മുതൽ വേറൊരു തല വരെ അവർ ചീത്ത പറയുകയും ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും, പണ്ഡിതന്മാർ തന്നെ എന്തിനധികം പറയാം, പണ്ഡിതന്മാരില്ലാത്തവർ കൂടുതലായിക്കൊണ്ടും പരിഹസിക്കുന്ന ഒരു കാലം
അക്കാലത്താണ് പണ്ഡിതന്മാരൊക്കെ ജീവിച്ചു പോയത്. ഇത് ആഖിർ സമാനിൽ പറയേണ്ടതില്ലല്ലോ, ഇത് അവസാന കാലമാണല്ലോ. അവസാന കാലത്തിൽ ഇത് പറയാൻ ഇനി ഇതിലും കൂടുതലാണ്, കൂടുതലായിട്ട് വരും. ഇപ്പോൾ ഇൽമ പറയുന്നവരെയും തെറി വിളിക്കാനും ചീത്ത പറയാനും പരിഹസിക്കാനും താറടിക്കാനും കുറേ ആളുകളുണ്ടാവും. അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഷർറിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യുകയല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. നമുക്ക് ഇസ്ലാമിനെ പറ്റി, നാം ഇസ്ലാമായിട്ട് ജീവിച്ചു, മുസ്ലിമായി ജീവിച്ചതിൻ്റെ പേരിൽ ഇനി നമ്മൾ ഈമാനോട് കൂടിയിട്ട് മരിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം, വേറെ ഒന്നല്ലല്ലോ. ആരെന്ത് പറഞ്ഞാൽ നമുക്കെന്താ? നമ്മുടെ നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? നോമ്പ് ഒഴിവാക്കാൻ പറ്റുമോ? നമ്മളുടെ ഇബാദത്തുകളൊന്നും നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ല നിലയ്ക്ക് ഇബാദത്ത് എടുത്ത് പോകണം. അതിന് അള്ളാഹുവിലും അവൻ്റെ റസൂലിലും അന്ത്യദിനത്തിലും വിശ്വസിക്കണം. ആ വിശ്വാസങ്ങളില്ലാതെ നമ്മൾ അമൽ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. പല ഹദീസുകളിലും ഗ്രന്ഥങ്ങളിലൊക്കെ വന്നതാണ്. ഇവിടെ പറയുന്നത് സഹോദരന്മാരെ, അവരൊരു ദിവസത്തെ കാത്തിരിക്കുന്നുണ്ട്. എപ്പോൾ വരും, എപ്പോൾ ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? ഈ അവിശ്വാസികളായ ആളുകൾ, ഇസ്ലാമിൻ്റെ വിശ്വസിക്കാത്ത ആളുകൾ. അതിപ്പോഴും ഉണ്ടല്ലോ കുറേ ആളുകൾ അതേപോലെ ഉണ്ട്. അതെ, സൂറത്ത് നബയിൽ 40-ാമത്തെ സൂറത്താണ്. അധ്യായം 78-ാമത്തെ അധ്യായം, 78-ാമത്തെ സൂറത്താണ് ഖുർആനിൽ പറയുന്നത്. ആ ഖുർആനിൽ ഒരു സൂറത്ത് ഇങ്ങനെ കാണാം, അമ്മ യതസാഅലൂൻ. ആ സൂറത്താണ് അമ്മ സൂറ, എല്ലാവർക്കും അറിയുന്നതാണത്. അമ്മ യതസാഅലൂൻ അനിന്നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? അവർ ഭിന്നഭിപ്രായക്കാരായിരിക്കുന്ന മഹത്തായ ആ വാർത്തയെക്കുറിച്ച് തന്നെ. അവർ എന്തിനെക്കുറിച്ചാണ് അവർ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? മഹത്തായ ആ വാർത്തയെക്കുറിച്ചാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുണ്ടാവുക തന്നെ ചെയ്യും, സത്യമാണ്, അതുണ്ടാകും. ആ വാർത്ത വരാതിരിക്കുമോ? ഇതെപ്പോൾ ഉണ്ടാകും, എന്നുണ്ടാകും? അത് വിശ്വസിക്കാത്ത ആളുകളുണ്ട്. ഈ അവസാന നാൾ എപ്പോൾ ഉണ്ടാവാണ്, എപ്പോഴാണ് വരിക, എങ്ങനെ സംഭവിക്കുക, അങ്ങനെയൊന്നുമില്ല. അവസാന നാളൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഈ ദുന്യാവിലെല്ലാം കഴിഞ്ഞു പോയി, ഇനി മുന്നോട്ട് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റൂലല്ലോ. നമ്മൾ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും അമ്പിയാക്കളിലും വിശ്വസിച്ച ഖുർആനിലും ഹദീസുകളിലും ഒക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റൂല. അത് നമ്മളിത് പറയുമ്പോൾ ഇതിനെ എതിർക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. ഇതിനെ നമ്മളെതിർത്തിട്ട് എന്താ കാര്യം? അത് അള്ളാഹുവിനെ എതിർക്കലാണ്, അള്ളാഹുവിനെ തള്ളി പറയലാണ്, അള്ളാഹുവിനെ കുറ്റം പറയലാണ്. ഖുർആനല്ലേ കുറ്റം പറയുന്നത്? നമ്മളെയാണോ? നമ്മ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നതല്ലേ. ആ ഖുർആൻ അവരെ മുന്നിലേക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് അവർ നമ്മളെ ചീത്ത വിളിക്കുന്നതും. എന്നെ എന്നല്ല, പണ്ഡിതന്മാരെ. നമ്മൾ എന്ന് ഉദ്ദേശിച്ചത് ഈ ഇൽമ പറഞ്ഞു കൊടുക്കുന്ന ആരായാലും, ഒരു മുത്തല്ലിമായാലും ആ മുത്തല്ലിമിനെ ഈ ചീത്ത വിളിക്കലാണ്. ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു ഇൽമ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ കുട്ടിക്കൊരു പേന കൊണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു നോട്ട് പുസ്തകം, ഒരു പേപ്പർ കൊണ്ടെങ്കിലും നിങ്ങൾ ആ കുട്ടീനെ സഹായിക്കണം എന്നാണ് പറയുന്നത്. ആ കുഞ്ഞിന്, ആ ഇൽമ പഠിക്കുന്ന കുട്ടിയുണ്ടല്ലോ, ചെറിയ ഒരു കുഞ്ഞിന്, ഒരു 10-11 വയസ്സായ കുഞ്ഞിക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ വാനലോകത്തിന് ചിറക് ഇങ്ങനെ വിരിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ. അവർക്ക് എന്ത് വാനലോകം, അവർക്ക് എന്ത് മലായിക്കത്ത്. എന്നിട്ട് നമ്മളങ്ങനെ പറയും. നമ്മളെന്നല്ല, പണ്ഡിതന്മാരങ്ങനെ പറയും, കുതിര കയറും. നമ്മളെന്ന് പറഞ്ഞാൽ ഈ പണ്ഡിത ഉസ്താദുമാരെ, മുത്താലിമീങ്ങളെ, ചെറിയ മുത്താലിമീങ്ങളാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ മേത്ത് കുതിര കയറാനും കളിക്കാനും പോകുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ ചുരുക്കി പറയുന്നത്,
ഈ സൂറത്തിൽ ഇങ്ങനെ കാണാം, അമ്മയത്ത് സാലൂൻ, അവർ എന്തിനെ പറ്റിയിട്ടാണ്, എന്തിനെ കുറിച്ചാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അനിന്നബൈലതീം അല്ലതീം ഫീ മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ. അവർ ഭിന്നഭിപ്രായക്കാരായിരിക്കുന്ന മഹത്തായ ആ വാർത്തയെക്കുറിച്ച് തന്നെ. അങ്ങനെ വേണ്ട, അവർക്ക് പിന്നീട് മനസ്സിലാകും. അങ്ങനെ വേണ്ട, അവർക്ക് പിന്നീട് അത് മനസ്സിലാകും. സുമ്മ കല്ലാ സയഅലമൂൻ, പിന്നെയും വേണ്ട, അവർക്ക് പിന്നീട് അത് മനസ്സിലാകും എന്നാണ് ഖുർആൻ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ? ഈ അവസാന കാലം എപ്പോൾ വരും? ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറത്തുന്ന കാലത്തിൽ എന്ന് ഊതും? ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ വിശ്വാസികളുണ്ട്. അവരോട് ഖുർആനാ പറയുന്നത്, നമ്മളോട് വെറുപ്പിടിച്ചിട്ട് കാര്യമില്ല. ഖുർആനാ പറയുന്നത്. ഖുർആൻ അള്ളാഹിനോട് വെറുപ്പിടിക്കുകയാണ് അവരോട്. നമ്മൾ ഖുർആൻ പറയുന്നത് മാത്രമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഭിന്നാഭിപ്രായമാണ്. ചില ആൾക്കാർ അത് ഉണ്ടാവുമെന്നും ചില ആൾക്കാർ ഉണ്ടാവില്ല എന്നും ചില ആൾക്കാർ അതൊക്കെ വെറുതെ പറയുന്നതാണെന്നും അങ്ങനെയൊക്കെ കുറേ കുതിര കളിക്കാൻ കുറേ ആളുകൾ. എന്ത് ചെയ്യാനാ? ഓരോരുത്തർക്കും ഓരോ മതമല്ലോ, അവരവരെ മതം അവർ പറയുന്നു. അതിന് വേറെയുള്ള ആൾക്ക് എന്തിനാ അങ്ങനെ ചൊരിയുന്നത്? ഇത് ചൊരിയുന്ന അന്യമതത്തിൽപ്പെട്ട ആളല്ല, നമ്മളെ മതത്തിൽപ്പെട്ടവർ തന്നെ. അവർക്ക് ഇതിനെപ്പറ്റി അറിയണ്ടേ? വല്ല അറിവും വേണ്ടേ? അവരൊന്നുമില്ല, പഠിക്കുന്നില്ല. അതുകൊണ്ട് ഈ മുത്താലിമങ്ങളെയും ഉസ്താദുമാരെയും പിന്നെ പണ്ഡിതന്മാരൊക്കെ അത് പറയാനേ ഇല്ല. അവരെന്തൊക്കെ പറയുന്നു, എന്തോ പറയട്ടെ, അള്ളാഹു പോല അതെല്ലാം അവരമലായി, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവരെ എന്തിനെക്കുറിച്ചാണ് ഭിന്നാഭിപ്രായം നടത്തിക്കൊണ്ടിരിക്കുന്നത്? വേണ്ട, അതങ്ങനെയല്ല, പിന്നെ ഉണ്ടാവും അത്. സുമ്മകല്ല സയാലമോൻ, പിന്നെയും അതുണ്ടാകും. അതിനെ നിങ്ങൾ കാത്തി പ്രതീക്ഷിച്ചു കൊണ്ട് ഇരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അമ്മയത്ത് സാലിന് പറയുന്നത്. പിന്നെ പറയാണ് അലം നജഅലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ. ഭൂമിയെ നിങ്ങൾക്ക് ഒരു വിരിപ്പും പർവ്വതങ്ങളെ ഭൂമിക്ക് ഒരു ആണിയുമാക്കി അല്ലാഹു തആല ആക്കി തന്നു. ഈ ഭൂമിയെ ഒരു വിരിപ്പാക്കിയിട്ട് അള്ളാഹു പരത്തി തന്നു. ഒരു വിരിപ്പാക്കിയിട്ട് പർവ്വതങ്ങളോ അതിലൊരു ആണികളാക്കിയിട്ട് ആ പർവ്വതത്തിൽ ഈ ഭൂമിക്ക് ആണിയാക്കിയിട്ട് ഈ ഭൂമി ഇങ്ങനെ ലൂസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ഉരുണ്ട് ഇത് ചിതമായി ഭിന്നമായിട്ട് പോവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പിച്ച് നിർത്തിയേക്കണത് പാറനെ ആണികളാക്കിയിട്ട് അള്ളാഹു നിർത്തിയിരിക്കുന്നു. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഈ മഴ പെയ്തിട്ട് അവിടെ വെള്ളമൊക്കെ ഒലിച്ച് പോയില്ലേ ഈ വയനാട് ജില്ലയിൽ. അതിൽ വന്ന് പാറക്കല്ലുകൾ കണ്ടോ, വലിയ വലിയ പാറക്കല്ലുകൾ ഉരുണ്ട് വന്നു. അല്ലാഹ് സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാണ് അതിൽ മരിച്ചു പോയത്. അള്ളാഹുവിൻ്റെ പോലെ അദാബുകൾ. മനുഷ്യന് ഇതൊന്നും ചിന്തിക്കുന്നില്ല. എന്ത് അദാബ് വന്നാലും മനുഷ്യന് അപ്പം മാത്രം ഒരു വേദന. അത് കഴിഞ്ഞ് 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ അതെല്ലാം മറന്നുപോയി. എന്തോ ഒരു അന്ന് വെറും ടി വിയിലൊക്കെ നോക്കിയിട്ട് കരച്ചിൽ. എന്താ കരയൽ? ഇപ്പോൾ അതൊക്കെ മറന്ന് ഇപ്പോൾ കുസാലിൽ നല്ല ഇതിൽ ജീവിക്കുകയാണ്, എങ്ങനെയോ നടക്കുന്നു. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ നടന്നിട്ട് കുത്താനും വർത്താനും പറയാനും കുറേ ആൾക്കാർ. അള്ളാഹു കണ്ട പണ്ട് അങ്ങനെ തന്നെയല്ല. കഅബ ശരീഫ് പൊളിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്ന്, ആരുമില്ല, പാവപ്പെട്ട ആളുകളാണ്. അവരല്ലാഹിനോട് ദുആന്ന്. അള്ളാഹു കണ്ട് പക്ഷികളെ, ചെറിയ പക്ഷികളെ ഇറക്കിയിട്ട് ചെറിയ കണ്ണിൽ പോലും കാണാത്ത കല്ലുകളെ കൊണ്ട്, തീക്കല്ലുകളെ കൊണ്ട് ആ മനുഷ്യന്മാരാണ്ട് കൊന്ന് എല്ലാത്തിനും തൂഫാനാക്കി കളഞ്ഞു. ഇപ്പോൾ ജലം കാശ്മീർ എന്നല്ല പറഞ്ഞ്. എന്താ പറഞ്ഞ്? ഈ പശുക്കൾ തിന്ന് തുപ്പിയ ചവച്ചുണ്ടല്ലേ, ആ ചവച്ചിട്ട് ഇങ്ങോട്ട് തുപ്പുന്ന വൈക്കോൽ ചണ്ടികളെ പോലായി മാറി അവർ. അങ്ങനെയൊക്കെ ആക്കുന്ന പടച്ചോന് അക്കാലത്ത്, പണ്ടത്തെ കാലത്ത്. ഇക്കാലത്ത് എങ്ങനെ ആക്കുന്ന അള്ളാഹു അല്ല. അള്ളാഹു എല്ലാ മുസീബത്തിൽ നിന്ന് അള്ളാഹു നമ്മയെയും നമ്മുടെ ഈ നാടിനെയും എല്ലാത്തിനും അള്ളാഹു ഒരു കാവൽ നൽകുമാറാവട്ടെ.
നമുക്ക് അങ്ങനത്തെ ഒരു മുസീബത്തുകളെല്ലാം എത്തിക്കാതിരിക്കട്ടെ. എപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, എപ്പോഴാണ് നമ്മളെ വീടൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുക, എവിടേക്കാ ഓടിപ്പോവാ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അള്ളാഹു താല അത് വിരിപ്പാക്കി തന്നു നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്, സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്, നടന്നിട്ട് സഞ്ചരിക്കാൻ വേണ്ടി, നമുക്ക് ഇങ്ങനെ ഭൂമി കൂടെ നടക്കാൻ വേണ്ടി, സഞ്ചരിക്കാൻ വേണ്ടി ഭൂമിയെ നമുക്ക് നിരപ്പാക്കി തന്നു. അങ്ങനെയാണ് ഈ സൂറത്തിൽ പറയുന്നത്. വിരിപ്പിളാക്കിയിട്ട് തന്നു. പിന്നെ രാത്രിയെ നമുക്ക് വിശ്രമിക്കാൻ വേണ്ടി പകലിനെ നിങ്ങൾക്ക് ജോലി ചെയ്യാനും വേണ്ടി പകലിനെ നിങ്ങൾക്ക് അള്ളാഹു തന്നു. രാത്രിനെ നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി നിങ്ങൾക്ക് രാത്രിയും അള്ളാഹു തന്നു. അങ്ങനെയാണ് ഖുർആനിൽ പറയുന്നത്. ഇതാണല്ലോ അലം നജഅലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ വജഅൽനാകും അസ്വാജ വജഅൽനാ നൗമകും സുബാത വജഅൽനാ ലൈല ലിബാസ വജഅൽനാ നഹാറ മആശ. ഉണ്ടോ? പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വിരിപ്പാക്കി തന്നു. രാത്രിനെ വിശ്രമിക്കാൻ രാത്രി തന്നു. ഉറങ്ങാൻ വേണ്ടി ഭൂമിയെ ജോലി ചെയ്യാനും സഞ്ചരിക്കാനും വേണ്ടി ഭൂമിയെ പരത്തി തന്നു. പിന്നെ നിങ്ങൾക്ക് ഇണകളെ തന്നു, ആണും പെണ്ണുമായിട്ട് ഇണകളെ തന്നു. ഇങ്ങനെല്ലാം അതടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. അല്ലാഹു തആല പറയാണ്, അസ്വാജ, നിങ്ങൾക്ക് നാം ഇണകളെ തന്നു. പറയുന്നു. അങ്ങനെ പിന്നെ അള്ളാഹു അവിടെ തന്നെ അതിൻ്റെ താഴെ തന്നെ ആയത്തിൽ പറയുന്നത് 7 ആകാശങ്ങളാണ് അള്ളാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. 7 ഭൂമി, 7 ആകാശം. അത് ഖുർആനിൽ പറയുന്നതാണ്. ഇതെല്ലാം മുസ്ലിങ്ങൾ വിശ്വസിക്കും. വേറെയുള്ള ഈമാനുള്ള ഇത് വിശ്വസിച്ചിട്ടേ ആവണം. ഖുർആൻ പറഞ്ഞ് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വിശ്വസിച്ചിട്ടേ ആവണം. ഇതിൽ കളിയാക്കിയിട്ടോ ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. ഖുർആനാണ്. ഇത് വിശ്വസിക്കാത്ത പിന്നെ എന്ത് മുസ്ലിമാ? ഇത് സൂറത്ത് ഇതല്ല, അമ്മയത്ത് സാൽ എന്ന് പറഞ്ഞ 1-ാമത്തെ ജുസ് സൂറല്ല അത്. അതിൽ പറയുന്നതാ. അങ്ങനെ 7 ആകാശങ്ങൾ, 7 ഭൂമി, അതൊക്കെ ഒരു ദിവസം പൊട്ടി ഉരുണ്ട് ചാടുന്ന ഒരു ദിവസം വരാനുണ്ട്. അതാണ് അതിനെ കാത്തുകൊണ്ടിരിക്കുകയാണ് മലക്ക്. ഇസ്രാഫിൽ അലൈഹി ഇസ്ലാം എന്ന മലക്ക് അതിനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഊതാൻ വേണ്ടി, ഈ സൂറെന്ന കാലത്തിലേക്ക് ഊതാൻ വേണ്ടി അവർ കാത്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ സംഭവിക്കുമെന്ന് അള്ളാഹു അല്ല, നമുക്കറിയില്ല. അള്ളാഹു അത് സംഭവിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ നല്ല മുത്തക്കിങ്ങളായി, മോമിനിയങ്ങളായി, നമുക്ക് നല്ല ഇബാദത്തെടുത്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. പരിഹസിക്കുന്നവരങ്ങ് പരിഹസിച്ചുകൊണ്ട് നടക്കട്ടെ. അവർക്ക് നാളെ അള്ളാഹു ഈ സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്, അവർക്ക് നല്ല തയ്യാറാക്കി വെച്ചിരിക്കുന്ന അഗ്നികുണ്ടാരങ്ങളുണ്ട്, തീക്കുണ്ടാരങ്ങളുണ്ട്. അവരതിനെ പരിഹസിക്കട്ടെ. പരിഹസിച്ച് എത്ര വേണേലും നടക്കട്ടെ. ഇത് വേറെയുള്ള ആൾക്കാർ പറയാനില്ല കേട്ടോ, നമ്മളെ ആൾക്കാരാണ്. നമ്മളെ മുസ്ലിങ്ങളിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഈ പറയുന്നത്, പരിഹസിക്കുന്നത്. ശക്തമായ ആകാശം അള്ളാഹു ആ ആകാശത്തിനെ, ആ 7 ആകാശത്തിനെ മറിച്ചിടുകയും ഭൂമിയെ മറിച്ച് തൂഫാനാക്കി കളയുന്ന ഒരു ദിവസം വരാനുണ്ട്. അതിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ആ അള്ളാഹുവിൽ വിശ്വസിക്കണം, ആ അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. അതിൽ മുസ്ലിങ്ങൾ പെട്ട കുറേ സാധനങ്ങളുണ്ട് ഇങ്ങനത്തെ. അള്ളാഹു അവരുടെ എല്ലാ ഷെറിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതേപോലെ ആ പരിഹസിക്കുന്നവർക്ക് നല്ല മനസ്സ് അള്ളാഹു നൽകുമാറാവട്ടെ. നമുക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ. അവർക്കും അവരുടെ കുടുംബത്തിനും അവരുമായി ബന്ധപ്പെട്ടവർക്കെല്ലാവർക്കും ദീന് പഠിക്കാനും ദീന് മനസ്സിലാക്കാനും ഖുർആൻ ഓതാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന നിങ്ങളോട് പറയുന്നു. പിന്നൊരു കാര്യം നിങ്ങളോട് ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്. ഞാനിങ്ങനെ ഈ ഖുർആനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളിൽ മാത്രമേ ഞാൻ പറയുള്ളൂ.
ഹദീസും പറയും, ഹദീസിനെ പറ്റിയും പിന്നെ കുറേ ചരിത്രങ്ങൾ, സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ പറയും. അത് കേൾക്കാൻ താല്പര്യമുള്ളവർ, ഇഷ്ടമുള്ളവർ മാത്രം അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിക്കോളും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ ഇതാണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ പെട്ടെന്ന് അവിടേക്ക് എത്തുകയും ചെയ്യും, മനസ്സിലാക്കുകയും ചെയ്യാം. അതുകൊണ്ട് അള്ളാഹു എല്ലാത്തിനും തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ വന്ന് പറയുന്ന നമുക്കിങ്ങനെ സ്റ്റേജിൽ കയറി വലിയ വലിയ പ്രസംഗം നടത്താനോ അതിനുള്ള ഒരു കഴിവും താക്കത്തൊന്നും ഇല്ല, നമുക്ക് ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഈ പഠിച്ച ഇൽമ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എനിക്ക്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തുടങ്ങിയത്. അള്ളാഹു എല്ലാം ഹൈറാക്കി തരുമാറാവട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബും ചെയ്തിട്ട് നിങ്ങളെ എല്ലാവരിലേക്കും ഇതെത്തിക്കുക. ഇൽമുകളൊക്കെ എല്ലാവരും പഠിക്കുക, ഖുർആൻ ഓതാൻ ശ്രമിക്കുക. അവസാന നാളിലും അന്ത്യദിനത്തിലും അവൻ്റെ അംബിയ മുർസലുകളിലും പിന്നെ അള്ളാഹുവിൻ്റെ ഖൈറ് ഷെറായ കാര്യങ്ങളിലും അള്ളാഹുവിലും മലായിക്കത്തിലും നാം വിശ്വസിക്കണം. അള്ളാഹുവിലും അവൻ്റെ മുർസലുകളിലും പ്രത്യേകമായി നാം വിശ്വസിക്കണം. ഈമാൻ കാര്യങ്ങൾ 6ലും നാം നന്നായിട്ട് വിശ്വസിക്കണം. നമുക്ക് മലക്കുകളിലെല്ലാം നല്ല ഉറപ്പായ കരുത്തായ വിശ്വാസം ഉണ്ടായിരിക്കണം. ആ വിശ്വാസം ഇല്ലാത്തവന് അവൻ നരകത്തിന് അടിമയാണ്. അവനക്ക് നരകത്തിലേക്കാണ് അവൻ്റെ പ്രവേശനം. സ്വർഗത്തിൻ്റെ ഒരു മണം പോലും അവനക്ക് ആസ്വദിക്കാൻ കഴിയുകയില്ല എന്നാണ് ഹദീസിലും ബുഹാരി ഹദീസുകളിലൊക്കെ ഉള്ളത്. അള്ളാഹു അത്തരക്കാരിൽ നിന്ന് നാം എല്ലാവരും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ ചെയ്യുക. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക, ദുആയിൽ ഉൾപ്പെടുത്തുക. മനുഷ്യൻ്റെ കാര്യമല്ല, പറയാൻ പറ്റില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക എന്ന ഉദ്ദേശിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.